നമ്മൾ നിത്യയുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അമ്മേ, അത് പോകണം. ആ കുട്ടിയുടെ അച്ഛനോട് സംസാരിച്ചിട്ടേ നമ്മൾ മടങ്ങുന്നുള്ളൂ. എന്ത് സംസാരിക്കാനമ്മേ? ആ സ്ത്രീ പറഞ്ഞൊക്കെ അമ്മ കേട്ടതല്ലേ. ഇനി എന്തിനാ നാണം കിടന്ന്? വണ്ടി വീട്ടിലേക്ക് വിട്. ജീവൻ, ഇതെന്റെ തീരുമാനമാണ്. അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ നിനക്ക്? വണ്ടി തിരിക്ക്. ശരി. ഇടി പെണ്ണെ, നീ ഇങ്ങനെ ബഹളം വെക്കേണ്ട കാര്യം എന്തുവാ? വന്നവരിറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പോണ്ട് തന്നെയാ. അച്ഛൻ കൂടുതലൊന്നും സംസാരിക്കണ്ട. സ്വന്തം മകൾ ഒരാൾ അപമാനിക്കുമ്പോ നിശബ്ദനായിട്ട് നോക്കി നിന്നതല്ലേ. അവൻ ആരാ? മഹാരാജാവോ? അവൻ ചോദിച്ചതുപോലെ ഒരു 4 ചോദ്യം ഞാൻ ചോദിച്ചിരുന്നെങ്കിൽ തള്ളേ മോന് നാണം കെട്ടി ഇവിടുന്ന് ഇറങ്ങിയനെ. ഇതിനേക്കാൾ നല്ല ബന്ധം എന്നെ തേടി വരും. അത് ഞാൻ അച്ഛന് കാണിച്ചു തരാം. മോളെ, തുടക്കത്തിലെ ഹരി നിന്നോട് പറഞ്ഞതല്ലേ, നമ്മൾ എന്താണോ അതായത് തന്നെ ഒരാളുടെ മുന്നിൽ ചെന്ന് നിൽക്കണമെന്ന്. മാർക്കിന്റെ കാര്യത്തിൽ പോലും നീ കള്ളമല്ലേ പറഞ്ഞത്? നിന്റെ സർട്ടിഫിക്കറ്റ് അവരുടെ മുന്നിൽ കാണിക്കേണ്ടി വന്നപ്പോ നാണം കെട്ടത് നീ അല്ല, ഈ കുടുംബമാ. അതാ ഹരി പറഞ്ഞത്. ഹരി 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 ഞാൻ മാനം കെട്ടാലും കുഴപ്പമില്ല. അച്ഛനെപ്പോഴും ഹരിയുടെ പുണ്യം പറഞ്ഞാൽ മതിയല്ലോ. ആർക്കറിയാം വന്നവരെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചതാണോന്ന്. എന്താ അമ്മാവാ? അവളുടെ വേഷം കെട്ടു വന്നവർക്ക് പിടിച്ചില്ല, അത്ര തന്നെ. ഓനെ ആ ചെറുക്കൻ എന്തൊക്കെയോ ചോദിച്ചു, ഒരു സംശയ രോഗിയെ പോലെ. നടക്കാത്തതിൽ വിഷമമൊന്നുമില്ല. എടാ, ആ അമ്മ നല്ല ഐശ്വര്യമുള്ളതാ. പക്ഷെ മോൻ വിധിച്ചതല്ലേ നടക്കൂ. അമ്മാവൻ അവളെ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണം. ഈ ചെറിയ ചെറിയ തോൽവികളൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ താങ്ങില്ല. അവരെത്ര നല്ല ആൾക്കാരാ. അമ്മായി എത്ര മോശമായിട്ട് അവരോട് സംസാരിച്ചേ. ഓട്ടമോളെ, നല്ലിയുടെ സ്വഭാവം മോൾക്കറിയാലോ. ആരാ നോക്കി? അച്ഛാ, തിരിച്ചു പോവാൻ തോന്നിയില്ല മോളെ. എന്തുപറ്റി? നല്ല നിങ്ങളെ വേദനിപ്പിക്കുന്ന വല്ലതും പറഞ്ഞോ? ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയില്ല. ഞാനിപ്പോ വന്നത് നിങ്ങളുടെ ഗ്രഹനില വാങ്ങിയിട്ട് പോവാന്. ഞങ്ങൾ കാണാൻ പോയ കുട്ടിയെ ജീവന് ഇഷ്ടമായില്ല. ഇവിടെ വരാനുള്ളവരും വന്നില്ലല്ലോ. എല്ലാം കൂടി കണക്ക് കൂട്ടി നോക്കിയപ്പോ ഈശ്വരന്മാര് ഇത് തന്നെയാ തീരുമാനിച്ചിരിക്കുന്നെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ അകത്തേക്ക് വരൂ. വേണ്ട, ഇനി ഗ്രഹനില നോക്കി രണ്ടുപേരുടെയും നാളുകളുടെ ചേർച്ച അറിഞ്ഞിട്ട് എല്ലാം തീരുമാനിക്കാൻ വേണ്ടി ഞങ്ങൾ വരാം. ഗ്രഹനില തരുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്ത് ബുദ്ധിമുട്ട്? എനിക്കും എൻ്റെ മകൾക്കും നിങ്ങളുടെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടു. ഗ്രഹനില ഞാൻ എടുത്തു തരാം. അപ്പാവി പൊണ്ണ് ഇപ്പൊ ഇവൻ കയ്യിലെ മാട്ടിയാച്ച്. അയ്യ, സന്തോഷമായ
അമ്മയ്ക്ക് ചേച്ചിയെ വിട്ടുപോകാൻ തോന്നില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാ നിർത്ത്. നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചതല്ലേ, പിന്നെ എന്തിനാ തിരിച്ചു വന്നേ? നല്ലി അവര് ഗ്രഹനില വാങ്ങാൻ വന്നതാ. ഗ്രഹനിലയും കൊടുക്കണ്ട, ജാതകവും കൊടുക്കണ്ട. ഇവരുടെ കുടുംബമായിട്ട് നമുക്ക് ഒരു ബന്ധത്തിന്റെ ആവശ്യമില്ല. ഉണക്കമീൻ കൊണ്ട് പൊട്ടിയ തല്ലിയ പോലെ അമ്മയും മക്കളും മണം പിടിച്ച് നടക്കുക ഈ വീടിന് ചുറ്റും. നല്ലി ഇനി ഒരു അക്ഷരം നീ മിണ്ടി പോകരുത്. ഇവര് വന്നിരിക്കുന്നത് എന്റെ മകളുടെ ഗ്രഹനില വാങ്ങിക്കാനാ. ഞാനത് അവർക്ക് കൊടുക്കുന്നത് പൂർണ്ണ സമ്മതത്തോടെയാ. അത് നീ ചോദ്യം ചെയ്യണ്ട, മനസ്സിലായില്ലേ? വിശദമായി നോക്കിയിട്ട് വിവരം പറഞ്ഞോളൂ. എന്റെ വാക്ക് ഞാൻ മാറ്റില്ല. ശരി. അമ്മ പോട്ടെ മോളെ. ശരി അമ്മേ. വൈകാതെ വരാം. ശരി. ഏട്ടനൊന്ന് നിന്നേ. കൊണ്ടുപോയ ജാതകം ചേരുകയാണെങ്കിൽ ഏട്ടൻ ഈ വിവാഹം നടത്തുവല്ലേ? നടത്തും, അതിൽ നിനക്കൊരു സംശയം വേണ്ട. അപ്പൊ ബന്ധങ്ങൾക്കൊന്നും ഏട്ടന്റെ മനസ്സിൽ വലിയ വിലയില്ലല്ലേ? എനിക്ക് എന്റെ മോളുടെ ഭാവിയാ വലുത്. അതിനുവേണ്ടി എത്ര വലിയ ബന്ധങ്ങൾ വലിച്ചെറിയേണ്ടി വന്നാലും ഞാൻ വലിച്ചെറിഞ്ഞിരിക്കും. ഗംഭീരം. എന്തായാലും ഏട്ടനായിട്ട് ഈ ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് കണക്ക് പറഞ്ഞു തന്നെ പിരിയണല്ലോ. അതല്ലേ അതിന്റെ ഒരു മര്യാദ. നമ്മൾ തമ്മിലുള്ള കണക്കുകള് ഏട്ടന് വല്ല ഓർമ്മയുണ്ടോ? ഇവളുടെ തള്ള, അതായത് ഏട്ടന്റെ ഭാര്യ, സുഖമില്ലാതെ ആശുപത്രി കിടക്കുമ്പോ ആശുപത്രി വരാന്തയിൽ തലയിൽ കൈവച്ച് കരഞ്ഞിരുന്ന ഒരു രംഗമുണ്ട്. ഓർമ്മയുണ്ടോ? അന്ന് ഏട്ടന്റെ കൺമുന്നില് ഞാൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചാകാനല്ലാതെ വേറൊന്നും പറ്റില്ല നളിനി എന്ന് പറഞ്ഞ നിങ്ങളുടെ കൈകളിലേക്ക് ലക്ഷങ്ങൾ എടുത്തു വെച്ചത് ഞാനാ. അതിന്റെ കണക്ക് നിങ്ങൾ അച്ഛനും മോളും മറന്നാലും നളിനി മറക്കില്ല. കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. 36,76,000 രൂപ എന്റെ കാശ, എന്റെ മകൻ അനുഭവിക്കേണ്ട കാശ്. അതെനിക്കപ്പ തിരിച്ചു തരും. അമ്മായി എന്തീ പറയുന്നത്? മലയാളം എന്താ മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചാ പിന്നെ എങ്ങനെയാണ് ചോദിക്കണ്ടേ? നിന്റെ തള്ളയുടെ ചികിത്സയ്ക്ക് പണം ചെലവാക്കാനേ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? ഇങ്ങനൊരു ചോദ്യം ഏട്ടൻ പ്രതീക്ഷിച്ചില്ലല്ലേ? ഒന്നും കണക്ക് കൂട്ടാതെ നളിനി ആർക്കും ഒന്നും ചെയ്യില്ല. നാളെ രാവിലെ ഞാൻ വരും. എന്റെ പണം അപ്പ എനിക്ക് കിട്ടിയിരിക്കണം.
അല്ലെങ്കിലേ ഈ വീടും ഈ പരിസരവും എന്റെ പേരിലിരിക്കും. എന്നിട്ട് നിങ്ങളുടെ മോളെ കെട്ടിച്ചു കൊടുക്കോ കുഴിച്ചു മൂടോ എന്താന്ന് വെച്ചാ ചെയ്തോ. ബാടാ. ഇപ്പൊ അച്ഛന്റെ കണ്ണിൽ ഇരുട്ടാ മോളെ. പെട്ടെന്ന് കേട്ടപ്പോ തലയ്ക്കകത്തെന്തോ ഭാരം പോലെ. എന്തെങ്കിലും ചെയ്യാനാകെയുള്ളത് ഈ വീടാ. ഒരു വഴിയില്ലെങ്കില് വേണ്ട, ഈ വീട് വെക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ലേ അച്ഛ. അച്ഛനത് സാധിക്കോ? ഇതിനകത്ത് ഓരോയിടത്തും അമ്മയുടെ ശബ്ദവും അനക്കൊക്കെ ഇപ്പോഴും ഉണ്ടെന്നല്ലേ അച്ഛൻ പറയാറ്. എന്നിട്ട് അച്ഛനറിയില്ല മോളെ. സത്യത്തിൽ അവള് വില പറഞ്ഞത് ഈ വീടിനല്ല, നിനക്കാ. അച്ഛന് നിന്നെ വെക്കാൻ പറ്റില്ലല്ലോ. അതിനും തന്നെ. അത് ചേട്ടാ, അതും കൂടി എടുത്തു. ഇതങ്ങോട്ട് പിടിച്ചോ. ഹരി, വിളവെടുപ്പ് മോശമാണല്ലേ? പഴയതുപോലെയൊന്നും അല്ല, വിളവൊക്കെ ഭയങ്കര കുറവാ. നാടൻ സാധനങ്ങൾ ചോദിച്ച ആളുകളുടെ വരവ് കിട്ടുന്നതൊന്നും തികയുന്നില്ല ഹരി. കുറേ ആൾക്കാർ പണിയൊക്കെ മതിയാക്കി, മുതലാവണ്ടേ? അതെ, പൈസ എടുത്ത് വെച്ചേക്കെ. ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. ശരി. അതൊന്നും വേണ്ട ഏട്ടാ. ചേട്ടാ, ഉള്ളി എന്താ വില? 120 രൂപ.
ഹലോ ഭഗവാനെ, ഞാൻ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു പെൺകുട്ടിയെ തന്നെ ഞാൻ കണ്ടെത്തി. ഇനി അവരെ ചേർത്ത് വെക്കണം. ഒരുപാട് കൊല്ലം ഒന്നിച്ച് ജീവിക്കാനും ഐശ്വര്യം ഉണ്ടാവാനും എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. മധുര നൊമ്പരക്കാറ്റ്. ഇതെവിടുന്നാ? ഇവിടെ ആരുമില്ലേ? എല്ലാരും ചത്തോ? കൊടുത്ത അവധി കഴിഞ്ഞെങ്കിലേ പിന്നെ എന്തിനാടാ നോക്കി നിൽക്കുന്നേ? പിടിച്ചിറക്കണ എല്ലാത്തിനെ. പണം എണ്ണി വാങ്ങിക്കുമ്പോ ഇവന്മാരൊക്കെ കെഞ്ചി കാല് പിടിക്കും. അത് തിരിച്ചു ചോദിക്കുമ്പോ താനീ സ്വഭാവം കാണിക്കും. നിങ്ങക്ക് തോന്നുന്ന എന്താന്ന് വെച്ചാ ചെയ്തോ. അതെ, ആരുടെയും ജീവനൊന്നും എടുക്കണ്ട. തല്ലോ കൈയും കാലും ഒടിക്കോ, അതെന്താന്ന് വെച്ചാ ആയിക്കോ. എന്നാ ശരി. ഭർത്താവിന്റെ ചേട്ടന്റെ മക്കളാ. അവന്മാർക്ക് ഈ കാശിന്റെ ഇടപാടാ. എന്നാലും കുരുത്തുള്ളവന്മാരാ. ഒരാളെ കൈ വെക്കേണ്ടി വന്നാലും കഴുത്തി കത്തി വെക്കേണ്ടി വന്നാലും എന്നോട് ചോദിച്ചിട്ടേ ചെയ്യൂ. അതിന്റെ ഇടയില് നമ്മുടെ തീരുമാനം എന്തായി? എനിക്ക് തരാനുള്ള പണമൊത്തോ? എങ്കിൽ പെട്ടെന്ന് എടുത്തോട്ടെ.
എനിക്ക് നീട്ടി വലിച്ചു പറയാനൊന്നും താല്പര്യമില്ല. അച്ഛന്റെ മോളുടെ മുമ്പില് രണ്ട് വഴികളേ ഉള്ളൂ. ഒന്നുകിൽ എന്റെ മകനുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഈ വീട് എനിക്ക് എഴുതി തന്നിട്ട് അച്ഛനും മോളും നടന്നു തരുക. തീരുമാനിച്ചോ? ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഞാൻ പോവുന്നുള്ളൂ. ഏട്ടനെന്നെ നന്നായിട്ട് അറിയാലോ. ഒരു കാര്യം തീരുമാനിച്ചാ അതെങ്ങനെ നടത്തി എടുക്കുമെന്നുള്ളത് അറിയാലോ. ഹരിതാത്തതൊന്നും നളിനിയെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, കേട്ടല്ലോ? വീണേ, നീ എങ്ങോട്ടായി പോകുന്നേ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. വാ നമുക്ക് പോവാം. എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചിട്ട് വീണൊന്നും പറഞ്ഞില്ലല്ലോ. എവിടേക്കെങ്കിലും പോട്ടെ, എന്തെങ്കിലും ചോദിച്ചാ തല തിരിഞ്ഞ ഉത്തരവേ ഉള്ളൂ. എടാ, നീ അവളുടെ കൂട്ടുകാരികളുടെ കോലം കണ്ടില്ലേ? ഞാൻ പുറത്തേക്ക് ചെല്ലുമ്പോ ഒരുത്തി സേറ്റ് വലിച്ചോണ്ടിരിക്കുക. പ്രായത്തിൽ മൂത്തൊരാളെ കണ്ട ഒന്ന് മറിച്ചു പിടിക്കെങ്കിലും വേണ്ടേ? അതും ഒരു പെൺകുട്ടി. അമ്മാവൻ തന്നെ അവളെ ഒന്ന് ഉപദേശിക്കും. അവളുടെ മനസ്സിൽ ഞാൻ അവളുടെ ശത്രുവാ. ദേ, ഈ കൂട്ടുകെട്ടുകളൊന്നും അവൾക്ക് ഗുണം ചെയ്യില്ല. അമ്മയില്ലാത്ത കുറവറിയിക്കായിരിക്കാൻ ഞാൻ നോക്കി. അമ്മയില്ലാത്തത് സൗകര്യമായിട്ട് അവളും കണ്ടു. അവളെ കുറിച്ച് ഒരു പ്രതീക്ഷ എനിക്കില്ല. എനിക്ക് നീയുണ്ടല്ലോ, മോഹിക്കാനും പ്രതീക്ഷിക്കാനൊക്കെ. തന്ന കാശിന് ഇത്രയും കാലത്തെ പലിശ കൂടി ഞാൻ കൂട്ടിയാലുണ്ടല്ലോ, ഈ ജന്മല്ല 10 ജന്മം കഴിഞ്ഞാലും അച്ഛന്റെ മോളുടെ കടം തീരൂല. നളിനി, ഒന്ന് ആലോചിക്കാനെങ്കിലും നീ അല്പ സമയം എന്താ? അയ്യോ, പിന്നെ ആലോചിച്ചൊക്കെ തീരുമാനിച്ചാലേ ഉടനെ തന്നെ ദേവലോകത്ത് നിന്ന് അങ്ങ് സ്വർണ്ണമഴ പെയ്ച്ചു തരും. അത്രയ്ക്ക് പ്രസിദ്ധനാണല്ലോ. ഓടി വാടാ. കിട്ടിയാ? ഇതേ നമ്മൾ തമ്മിലുള്ള ഒരു ഉടമ്പടി കരാറാ. കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാനിത് നേരത്തെ ചെയ്യിച്ചതാ. ഇതിലൊന്ന് ഒപ്പിട്ട് തന്നാ മാത്രം മതി. എന്താ എഴുതിയിരിക്കുന്നേ? രാമായണം. ചാകുമ്പോഴേ തലയ്ക്കും പാട്ട് വെച്ചിരുന്ന് വായിക്കാൻ. ഈ വീടല്ലാതെ കടം വീട്ടാൻ വേറൊരു വഴിയില്ലല്ലോ ഏട്ടന്. ഇന്ന് മുതല് ഈ വീട് എന്റേതാ. മര്യാദക്ക് ഇത് എഴുതി തന്നിട്ട് അച്ഛനും മോളും കെട്ടും കിടക്കിയെടുത്ത് സ്ഥലം വിട്ടു. നിങ്ങൾ ഈ പടി ഇറങ്ങുന്നത് എനിക്ക് മനസ്സ് നിറഞ്ഞൊന്ന് കാണണം. നളിനി, ഇങ്ങനൊരു പ്രതികാരം നീ എന്നോട് ചെയ്യണോ? അതെ, ഇവനെ, ഈ നിൽക്കുന്നവനെ ഞാൻ 10 മാസം ചുമന്ന് പ്രസവിച്ചവനാ. അവനെയാ അച്ഛനും മോളും കൂടെ തേച്ച് ചവിട്ടി ബെതിച്ചത്. നിങ്ങൾ
നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ പറഞ്ഞപ്പോ പൊള്ളിയല്ലോ, അപ്പൊ എന്റെ മകനെ പറഞ്ഞ എനിക്കും പൊള്ളണ്ടേ? ഒപ്പിട. ഒപ്പിടാൻ. ഒപ്പിടാതിരിക്കോ ആളുകളെ വിളിച്ചു കൂട്ടുകയോ ചെയ്ത എനിക്ക് ചിലരെ ഇങ്ങ് വരുത്തണ്ടി വരും. അവര് വന്നാ പിന്നെ അച്ഛനും മോളും കൂടെ നേരെ ചൊവ്വേ ഇവിടുന്ന് ഇറങ്ങി പോവൂല. ചിലപ്പോ ഇപ്പൊ ആകാശത്തോളം പോലെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മോളുടെ അഭിമാനേ നാട്ടുകാരുടെ മുന്നിൽ അഴിഞ്ഞു പോകുന്നത് കൂടി കണ്ടിട്ടേ അച്ഛൻ അടങ്ങത്തുള്ളൂന്നുണ്ടെങ്കിൽ ഒപ്പിടണ്ട. ഇല്ലെങ്കിൽ ഒപ്പിട്. എന്റെ മോളെ ഉപദ്രവിക്കരുത്. ഞാൻ ഒപ്പിടാം. അവിടെ അവിടെ അവിടെ. അച്ഛാ ഒപ്പിടരുത്. അയ്യോ അയ്യോ. അമ്മയ്ക്ക് എന്താ വേണ്ടേ? ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ച പോരെ? എനിക്ക് സമ്മതമാണ്.